ഗൈസ് നമ്മളിപ്പോൾ ലൈവായിട്ടൊരു ആക്സിഡൻറ്റ് കണ്ടു. ഞാൻ ചിരിക്കാൻ പാടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജനലാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ജനലാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഔട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന വീടൊന്ന് കാണാൻ വന്നിരിക്കുകയാണ്. സോ ഇവിടെ ടൈൽസ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമുക്കിനി വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയേക്കാം. കമോൺ. നമ്മളിവിടെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് വിൻഡോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ള ഒരു വീടാണ്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജനലാണ്. ജനൽ കാണിക്കും. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ജനലാണ്. പിന്നെ ഈ കമ്പി നമ്മൾ പഴയ കാലത്തെ ജനൽ അത് ഇഷ്ടമല്ല. ഇതുപോലത്തെ ജനങ്ങളാകുമ്പോൾ നല്ല ഇവിടെ നമുക്കൊരു ഷോവാളുണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെയും കുഞ്ഞിയുടെയും റൂം. എനിക്കിഷ്ടപ്പെട്ട ജനലൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളത്. ഇപ്പോൾ സൈക്കിളൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്സ്റ്റെയറാണ്. ഇവിടെ കയറുന്ന ഭാഗത്തൊരു ജനലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ കമ്പിയില്ല നമ്മളെ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട്. പിന്നെ ടെറസിലേക്ക് കയറുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള വ്യൂ ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ട് വ്യൂ ഒന്നുമില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല. അടുക്കള കാണാം. ഞാൻ അടുക്കള ഒന്നും കാണിച്ചില്ല. ഇവിടെ ഇരുട്ടാണ്. ഇവിടുത്തെ ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. ഇത് ഗ്രില്ല്, പിന്നെ അവിടെ സിങ്കൊക്കെ ഉണ്ട്, അടുപ്പുണ്ട്. കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അടുക്കള തന്നെയാണ്. ഇതാണ് നമ്മുടെ അടുക്കള. ഇനി എൻ്റെ പല ഡിഷസും പല കാര്യങ്ങളും കടന്ന് വിളയാടിടാൻ ഈ ഒരു സ്ഥലം അടിപൊളിയായിരിക്കും. എനിക്കിനി വേറെ അങ്ങനെ പോകേണ്ട. അപ്സ്റ്റേഴ്സ് ഞാൻ കാണിച്ചു കഴിഞ്ഞു. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇവിടെയൊക്കെ ഇനി സിമെൻ്റൊക്കെ തേച്ച് പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ഗേറ്റ് ആയിട്ടാണുള്ളത് കേട്ടോ, ആൾ കയറാനുള്ളത്. പിന്നെ 2 ഗേറ്റ് ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഒറ്റ വീടായിട്ട് കിട്ടിയതിൻ്റെ. ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ്, കാര്യമായിട്ട് പ്രൈവസി ഒന്നും കിട്ടില്ല. അമ്മയ്ക്ക് അതിൻ്റെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയുടെ വാതിൽ നോക്കിയപ്പോൾ അതിലൊരു ഓട്ട. അതെന്തിനാണെന്ന് പിന്നെ നമുക്ക് മനസ്സിലായില്ല. നമ്മൾ വീടൊക്കെ കണ്ട് നല്ല അടിപൊളി വീട് തന്നെയാണ്. ഇനി നമുക്ക് സിനിമയ്ക്ക് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, അച്ഛൻ കാർ അവിടെ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊപ്പം സിൻഡിക്കേറ്റാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പോയിട്ട് വരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോകുകയാണ് വീട്ടിലേക്ക്. നല്ല തണുപ്പുണ്ടായിരുന്നു. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ന്യൂ ഇയർ പരിപാടികളൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിയുടെ കയ്യിലെന്തോ ചൊറിഞ്ഞു പൊന്തി പറഞ്ഞിട്ട് അതും കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ഗൈസ് നമ്മൾ ലൈവായിട്ടൊരു ആക്സിഡൻറ്റ് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്സിഡൻറ്റ് ലൈവായിട്ട് കാണുന്നത്. മുന്നിൽ നിന്നല്ല വീണത്, നമ്മൾ കണ്ടപ്പോഴേക്കും വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ഒപ്പം തന്നെ അവിടെ പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു. ലൈവായിട്ടൊരു ആക്സിഡൻറ്റ് കണ്ടു. ഞാൻ ചിരിക്കാൻ പാടില്ല. ലൈവായിട്ടൊരു ആക്സിഡൻറ്റ് കണ്ടു. ഒരു ബൈക്ക് ആക്സിഡൻ്റാണ്. എവിടെയും കൂട്ടിമുട്ടിയതൊന്നുമല്ല, തന്നെ സ്കിഡായി വീണതാണ് ഞാൻ തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം. ന്യൂ ഇയർ ആയിട്ട് ഇവിടെയൊക്കെ നിറച്ചും പഴക്കം പൊട്ടിക്കലും പാർട്ടിയൊക്കെ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ നിറച്ചും പടക്കം പൊട്ടില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.